ഡിസംബറിൽ ക്രിസ്മസ് എക്സാം നടക്കോ ഇല്ലയോ? അതെന്താണ് സാർ അങ്ങനെ ഒരു വർത്താനം? അതായത് ഡിസംബറിലാണല്ലോ സാധാരണ ക്രിസ്മസ് എക്സാം നടക്കുന്നത്. യെസ്, സാധാരണ അങ്ങനെ തന്നെയാണ്. പക്ഷേ സാധാരണ നടക്കുന്നതിലും അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അതായത് എക്സാമിനേക്കാളും കുറച്ച് വലിയൊരു കാര്യം. അതാണ് നമ്മുടെ എലക്ഷൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാണ്. അതായത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലേ, ആ സംഭവം തന്നെയാണ്. എന്നാണ് പഞ്ചായത്ത് ഇലക്ഷൻ? പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത് നമ്മുടെ ടൈം ടേബിൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 8-ാം തീയതിയുടെയും 11-ാം തീയതിയുടെയും ഇടയിലാണ് നമ്മുടെ ടൈം ടേബിൾ. അത് ഏത് ക്ലാസ് ആവട്ടെ, +1 +2 ആവട്ടെ, മറ്റുള്ള ഹൈസ്കൂളുകളാവട്ടെ, UP ആവട്ടെ, എല്ലതും ആ സമയത്ത് നടന്ന് ഏകദേശം ഒരു 18-ാം തീയതി 19-ാം തീയതി ആകുമ്പോഴേക്കും എക്സാം കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസത്തെ വെക്കേഷനും കിട്ടും. എന്നാൽ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചെറുതൊന്നല്ല, ശരിക്കും വലിയൊരു മാറ്റം തന്നെയാണ്. അതായത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിവിടെ എലക്ഷൻ നടക്കുന്നത്. സാധാരണ കേരളം മുഴുവനും ഒറ്റ ദിവസം എലക്ഷൻ നടക്കും. അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഡിസംബർ 9, 11 തീയതികളാണ് എലക്ഷൻ നടക്കുന്നത്. 9-ാം തീയതി ഒരു ഘട്ടം, അതായത് കുറച്ച് ജില്ലകളിലും 11-ാം തീയതി മറ്റു കുറച്ച് ജില്ലകളിലുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ പറയാൻ കാരണം, അങ്ങനെയാണെങ്കിൽ സാർ 9-ാം തീയതി കഴിഞ്ഞാൽ ആ ജില്ലകളിലൊക്കെ നമ്മുടെ എക്സാം വെച്ചൂടെ? 11-ാം തീയതി ആണെങ്കിൽ ആ സമയത്ത് മാത്രം ലീവ് തന്നാൽ പോരെ? അങ്ങനെയല്ല. അതായത് നമ്മുടെ പല സ്കൂളുകളായിരിക്കും ബൂത്ത്. എന്താണ് ഈ ബൂത്ത് എന്ന് പറയുന്നത്? അതായത് നമ്മൾ പോയിട്ട് വോട്ട് ചെയ്യാൻ പോവല്ലേ, ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു പക്ഷേ 2 ദിവസം മുമ്പെങ്കിലും ലീവ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ക്രമീകരണങ്ങൾ, കുറേ സംഭവങ്ങളൊക്കെ, എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കണമല്ലോ, എസ്കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, എലക്ഷൻ വോട്ട് എണ്ണുന്നത് ശരിക്കും ഒരു 15 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒന്നും അങ്ങനെ നീണ്ടു നിൽക്കാറില്ല. എന്നാലും എലക്ഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴേക്കും, അതായത് 11-ാം തീയതി കഴിഞ്ഞു 13-ാം തീയതി, 3 ദിവസമില്ല 2 ദിവസം കഴിയുമ്പോഴേക്കാം, പിന്നെ 13-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി ഞായറാഴ്ചയാണ്. ഇവിടെ ശനിയാഴ്ചയാണ് ഈ 13-ാം തീയതി വരുന്നത്. 14-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് അന്നൊരിക്കലും എക്സാം വെക്കൽ നടക്കൂലല്ലോ, ഒരിക്കലും എക്സാം വെക്കൽ നടക്കില്ല. പിന്നെയുള്ളത് 15-ാം തീയതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 2 എക്സാം വെച്ച് നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതായത് 15, 16, 17 ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ സമയത്തൊക്കെ 2 എക്സാം വെച്ച് നടന്നാലേ ഹൈസ്കൂളിൻ്റെ ഒക്കെ തീരുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കുറേ കാലം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഉണ്ടായെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് കുറച്ച് എക്സാമുകൾ ഈ സമയത്തും, പിന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ബാക്കി, ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞത് 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആണെങ്കിൽ 2-ാം തീയതി മറ്റൊരു ലീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ കുറച്ച് എക്സാം നടക്കും. ഇങ്ങനെ നടക്കാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് എക്സാം മാറ്റിവെച്ചേ തീരുള്ളൂ. എലക്ഷനാണ് പ്രയോറിറ്റി. എലക്ഷൻ നിർബന്ധമായിട്ടും ഈ സമയത്ത് തന്നെ നടക്കും. എലക്ഷനിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളിപ്പോൾ ടൈം ടേബിളൊക്കെ മാറ്റുന്ന പോലെ. അപ്പോൾ മക്കളെ, പഠിക്കാൻ വീണ്ടും സമയം കിട്ടി തന്നെ നമ്മൾ വിശ്വസിക്കാം. നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കാം, സെറ്റാക്കാം. നമ്മൾ എജുപോർട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ചാനലൊക്കെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചോളൂ. സെറ്റാക്കാം. ഹാപ്പി.